ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്നിയരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. രണ്ട് ചേരുവകൾ മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. മുട്ടക്കറിയുടെ കൂടെ, ഇറച്ചിക്കറിയുടെ കൂടെ, നല്ല വെജിറ്റബിൾ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊന്നിയരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊന്നിയരിയാണ് കേട്ടോ, നമ്മുടെ പച്ചരിയല്ല, പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും ഈ അരി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഈ പൊന്നിയരിയൊക്കെ കുതിർന്ന് കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണെങ്കിൽ വൈകിട്ട് തന്നെ അരി കുതിരാനായിട്ട് വെക്കണം. അരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അരി കുതിർക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഡിന്നറിന് വേണ്ടിയിട്ടാണെങ്കിൽ കാലത്ത് തന്നെ നമ്മൾ ഈ അരി കുതിരാനായിട്ട് വയ്ക്കുക. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ചെയ്യുന്നത്. മോൾക്ക് നാളെ സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരം വെളുത്തിട്ടുണ്ട്. നന്നായിട്ട് അരി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 മണിക്കൂർ ഞാൻ നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഉഴുന്നൊക്കെ അരക്കില്ലേ നല്ല മയത്തിൽ, ആ ഒരു രീതിയിലാണ്, ഇച്ചിരി കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. അതിനിടയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, നോക്കി മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു തരി ഉണ്ടാവും, കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. 1 കപ്പ് അരിക്ക് 2 മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിത് കിട്ടും. കണ്ടല്ലോ, നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അരയ്ക്കാൻ നേരത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമില്ല, നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു കുഴിയുള്ളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഉടനെ ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഇത് തന്നെ ഇങ്ങനെ വീർത്ത് വന്നോളും. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇട്ട് കൊടുക്കണം. തീ വല്ലാതെ കൂട്ടിയിടരുത്, അതുപോലെ തന്നെ തീ വല്ലാതെ കുറച്ചിടരുത്. അപ്പോൾ ഈ ഒരു കളറിൽ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും തിരിച്ച് മറിച്ചെല്ലാം ഒരു ഗോൾഡൻ കളറിൽ ആക്കിയിട്ടാണ് നമ്മൾ കോരി മാറ്റേണ്ടത് കേട്ടോ. അതിൻ്റെ ഉള്ളിലെല്ലാം വേവാനുള്ളൊരു സമയം കൊടുത്തേക്കണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അരി കുതിർത്ത് വെക്കേണ്ട കുറച്ച് സമയം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. മുട്ടക്കറിയുടെ കൂടെയാണെങ്കിലും ഇറച്ചിക്കറിയുടെ കൂടെയാണെങ്കിലും അതല്ല വെജിറ്റബിൾ കറിയുടെ കൂടെയാണൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.